ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോകാം, കലാസിപ്പാളയത്ത് നിന്ന് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഷോർട്ട് കട്ട് എടുത്ത് എൻ്റെ അവസ്ഥയാണ് ഈ ബ്ലോഗിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു മാർക്കറ്റായിരുന്നു ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്ര നല്ല വൃത്തിയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ലഗേജും ഉണ്ടായിരുന്നു. പിന്നെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ല, എല്ലാ ദിവസവും ക്യാബ് പിടിച്ചൊക്കെ വല്ല പോകുന്നത്. എന്നാൽ പിന്നെ ഈ ഗല്ലി കൂടി ഇന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. നോക്കും പണി നല്ല പാകങ്ങളെ നല്ല രീതിക്ക് ലേറ്റ് ആവുകയും ചെയ്തു. പിന്നെ അത്യാവശ്യം നല്ല ബിസിയും ക്രൗഡഡ് ആയിട്ടുള്ള വൃത്തിയില്ലാത്ത ഏരിയ ആയിരുന്നു. എനിക്കെവിടെ പോയാലും ഇങ്ങനൊരു സ്വഭാവം. ഒരു നാട്ടിലെ സ്ട്രീറ്റും ഗള്ളിയും ഉള്ളിലോട്ടേക്കുള്ള സ്ഥലം മൊത്തമായിട്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്യണം. അതായത് ഒരു നാട്ടിൽ പോയ സ്ഥലം മൊത്തമായിട്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ എൻ്റെ കഴപ്പ് കൊണ്ട് ഇറങ്ങി തിരിച്ചാണ്. പക്ഷേ എനിക്ക് തന്നെ അവസാനം അത് നല്ല രീതിക്ക് ലേറ്റായി പോയി. കുഴപ്പമില്ല, പുതിയൊരു എക്സ്പീരിയൻസും പുതിയ വഴികളൊക്കെ കണ്ടുപിടിച്ചു. ഇങ്ങനൊരു ബാംഗ്ലൂർ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു ഈ ബാംഗ്ലൂരിലേക്ക് വന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ കയറി, ഫ്ലൈറ്റ് കയറി. വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. ഫ്ലൈറ്റിൽ പുറത്തോട്ട് നോക്കുമ്പോൾ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അപ്പാരം നൈറ്റ് വ്യൂ ആണ്. ഇതിന് പകരം വെക്കാൻ വേറെ ഫ്ലൈറ്റ് അങ്ങനെ എടുത്ത് വയസ്സ്. എനിക്ക് ഫ്ലൈറ്റിനുള്ള ഏറ്റവും ഇഷ്ടമുള്ള എക്സ്പീരിയൻസ്, ഏറ്റവും ഇഷ്ടമുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള ഫീലാണ്. അതൊരു ഒന്നൊന്നര ഫീലാണ്. അത് നൈറ്റ് കൂടി ആയപ്പോൾ പിന്നെ പറയാനില്ല. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം രാത്രിയിൽ ബാംഗ്ലൂരിൻ്റെ ഈ വ്യൂ അതൊരു അപാരമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു. ഫ്ലൈറ്റ് പിടിച്ച് ഞങ്ങൾ കയറി പോകുന്നത് ഡിബ്രുഗഡിലേക്കാണ്. പക്ഷേ ഇതൊരു കണക്റ്റഡ് ഫ്ലൈറ്റാണ്. നേരെ ചെന്നിറങ്ങിയത് കൊൽക്കട്ടയിലേക്കായിരുന്നു. അങ്ങനെ കൊൽക്കട്ട ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ഞാൻ കുറേ തിരിഞ്ഞ് കളിച്ചു. ഈ എയർപോർട്ടും നല്ല ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അത്രയും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല കിടില എയർപോർട്ടാണ്. നല്ല വലിപ്പവും എല്ലാ ഫെസിലിറ്റീസും നല്ലൊരു ഭയങ്കരം കിടിലമായിട്ട് എയർപോർട്ടാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്കവേറ്റർ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ഹൈറ്റുള്ള എക്സ്കവേറ്ററാണ്. ഇത് ഡൊമസ്റ്റിക് ട്രാൻസ്ഫറിലേക്കാണ് ഞാൻ പോകുന്നത്. അങ്ങനെ എക്സ്കവേറ്ററിലൊക്കെ കയറി കഴിഞ്ഞ് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാണ് ഞാൻ പോകുന്ന ഫ്ലൈറ്റ്. എനിക്ക് ഇന്ത്യയിൽ പോകാൻ പൊതുവെ ഇഷ്ടമല്ല. അത് ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇന്ത്യയുടെ ഫ്ലൈറ്റ് മാത്രമേ പോകുന്നുള്ളൂ. ഇന്ത്യ ഇന്ത്യയിൽ പൊതുവെ എനിക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല കിട്ടുക. എന്നാൽ കോപ്പിക്കാം. ഇതാണ് ഫ്ലൈറ്റിനുള്ളിലുള്ള വ്യൂ എന്ന് പറയുന്നത്. ഫ്ലൈറ്റ് ഇനിയും ടേക്ക് ഓഫ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം മുകളിൽ ചെന്നില്ല വ്യൂ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ തന്നെ നോക്കുക. അല്ലേ? അങ്ങനെ നമ്മൾ അവസാനം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഡിബ്രൂഗഡിലെത്തി. ഞാൻ എൻ്റെ ലഗേജൊക്കെ ലഗേജൊന്നും ആദ്യം കിട്ടിയില്ല കേട്ടോ, അതേ വരുന്നു. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് വലിച്ച് ഇതാണ് തിൻസുകിയ ടൗണിലെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. എന്തൊക്കെയോ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം എന്തോ അറിയത്തില്ല. ഞാൻ അവിടെ കിടന്ന് 2 വീഡിയോ എടുത്ത് മുന്നോട്ടേക്ക് നടന്നു. ഇതൊക്കെ എന്തൊക്കെയാണോ പറയുന്നത്.
വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ നോക്കിയാലും ഈ സാധനമാണ് എല്ലാവന്മാരുടെ വായിലും ഇത് കാണാം. കൊച്ചു പിള്ളേരുടെ അടക്കം വായിൽ ഈ തമ്പാക്കുക. എനിക്കാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലും ഇഷ്ടമല്ല, ഇത് ചാക്കുന്നവരും ഇഷ്ടമല്ല. അങ്ങനെ ഒരു നൈറ്റ് സ്റ്റേ ഒക്കെ അടിച്ച് പിറ്റേ ദിവസം എനിക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ്സിലേക്ക് കയറി. ബസ്സൊക്കെ പറയുന്നത് വെച്ചാൽ ബസ്സിൽ കയറുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ സ്മെല്ല് കിട്ടിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കാർത്തിക് സൂര്യ പറഞ്ഞ പോലെ തമ്പാക്ക് തിന്നൂറ് ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് റോഡിലൊക്കെ നോക്കിയാൽ കാണാം, ആ നനഞ്ഞിരിക്കുന്ന മൊത്തം ഏമാർ തുപ്പി മാറ്റിച്ചതാണ്.